ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജോബ് കാർഡിൽ പറയുന്നത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം, ബ്രേക്ക് ചെക്കപ്പ്, പിന്നെ ഇടയ്ക്ക് സെൽഫ് വർക്ക് ചെയ്യണം എന്നൊരു കംപ്ലയിൻറ്റും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കിത് 53,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ബ്രേക്ക് തീരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. ബ്രേക്ക് പിടിച്ച വണ്ടി നിൽക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് കേബിളിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ നമുക്ക് അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ നല്ല ടൈറ്റാണ്, നല്ലോണം സ്റ്റക്കായി ഇരിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതേപോലെ ബാക്ക് വീൽ പിടിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റിനാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും നല്ല ടയറാണ്. ഹബിനകത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബിനകത്തൊക്കെ ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തരാം. പിന്നെ അതേപോലെ ഗിയർ ബോക്സിൽ തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, നല്ല ഓയിലാണ്. അതേപോലെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല ഫിൽറ്ററാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു ഓയിൽ സീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, കൈയോടെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിടാം. പിന്നെ അതിൻ്റെ ബെൽറ്റൊക്കെ ചെക്ക് ചെയ്തു. ബെൽറ്റ് പുതിയ ബെൽറ്റാണ് കിടക്കണേ, പക്ഷേ കമ്പനി ഒറിജിനൽ ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ. പക്ഷേ പുതിയതാണ് കേട്ടോ, വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചാണെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ക്ലച്ച് ഗ്രീസിങ്ങനൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ്. എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആണത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. റോളറൊക്കെ ചെറിയൊരു സൈഡ് തിരിച്ചുള്ള തേമാനൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് വേറെ കുഴപ്പമൊന്നും ജസ്റ്റ് ഇതിനകത്ത് ഗ്രീസ് ഇട്ടുണ്ട് ഈ സാധനത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ആയാലും ക്ലച്ച് ഷൂ തന്നെ യൂണിറ്റാണ്. അപ്പോൾ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലിയറാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലച്ചിൽ മെയിനായിട്ടുള്ളത് നമുക്ക് ആ ക്രാങ്ക് ഷാഫ്റ്റിന് ഒരു ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ആ ഓയിൽ സീൽ മാറ്റി ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ പറയുന്നത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ നമുക്ക് ചെറിയൊരു ലീക്കേജ് ഉണ്ട്, എന്നാൽ അത്ര കാര്യമായിട്ടുള്ള പ്രോബ്ലം നിലവിലില്ല താൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. പിന്നെ അതിനകത്ത് ഈ ആക്സിലേറ്ററിൻ്റെ കേബിളും ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തൽക്കാലത്തേക്ക് നമുക്ക് അതിൻ്റെ ത്രോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാം. പിന്നീട് നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും, കാരണം നല്ല രീതിയിൽ റേസിങ് കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് നോക്കാം കേട്ടോ. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരും. തൽക്കാലം ഞാനൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് കഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗൊക്കെ പുതിയ പ്ലഗാണ് നമുക്ക് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ ടയർ നമ്മൾ ചെക്ക് ചെയ്തു. ടയർ ആവറേജ് ഏകദേശം ഒരു ടൈമിലേക്ക് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ അതേപോലെ വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് വീൽ അഴിച്ച് നമുക്ക് ബ്രേക്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് വീൽ ഇപ്പോൾ അഴിച്ച് നിർത്തിയേക്കാണ്. അതിനുശേഷം ഫ്രണ്ട് സൈഡും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകളാണ് കംപ്ലയിൻറ്റ്. ഇപ്പോൾ ഒരു കേബിൾ ഫുള്ള് ലോഡായിട്ട് നിൽക്കുക, ഔട്ടറൊക്കെ കൂടെ പൊട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ 2 കേബിളുകൾ നമുക്ക് ഫ്രണ്ടിലത്തെ മാറ്റിയിടണം കേട്ടോ, അപ്പോഴാണ് ബ്രേക്ക് ഒന്ന് സ്മൂത്തായി കിട്ടുള്ളൂ. പിന്നെ നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ബാറ്ററി വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണില്ല. 2024 വെച്ചാണ് ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.30 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ തീരെ മോശമെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലൊന്നുമല്ല ബാറ്ററിയുടെ അവസ്ഥ. വോൾട്ട് ഒരല്പം കുറവുണ്ട്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ സെൽഫിൻ്റെ പ്രശ്നം അതുമായി ബന്ധപ്പെട്ടല്ല. നിലവിൽ ഇതിൻ്റെ ഈ മോഡലിലേക്ക് വരുമ്പോൾ ഈ ത്രോട്ടിൽ ബോഡിയുടെ ചെറിയൊരു പ്രോബ്ലം കൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ്സ് കാണിക്കുക. സെൽഫ് സ്റ്റാർട്ട് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നത് ഈ ത്രോട്ടിൽ ബോഡിയുമായി ബന്ധപ്പെട്ടാണ്. തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് അതിൻ്റെ ത്രോട്ടിൽ ബോഡിയുടെ ഭാഗം ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്തിടാം. തൽക്കാലം അങ്ങനെ യൂസ് ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലം കൂടുതലായിട്ട് കാണിക്കുമ്പോൾ നോക്കിയാൽ മതി എന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായം. എന്നാൽ മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ഒന്നും പറയാനുമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. നമുക്കത് മാറ്റിയിട്ട് വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലച്ച് സൈഡിൽ ഓയിൽ സീൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്, എൻജിൻ ഓയിൽ മാറ്റണം. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ ഒരു പക്ഷേ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. ഞാനത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് നോക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളുകൾ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വൈകിട്ടത്തേക്കാണ് എടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 7 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. ഓക്കെ.